ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനടടുത്തായി കുഴുവേലിപ്പടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂം ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അനേകം വില്ലകളുള്ള വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്ററാണുള്ളത്. കൂടാതെ എയർപോർട്ട് സിപ്പോർട്ട് റോട്ടിലേക്ക് 5 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് 700 മീറ്ററുമാണ് വരുന്നത്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈൽ എലവേഷൻ തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് വലിയൊരു കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. മുറ്റം മുഴുവനായി തന്നെ കടപ്പാക്കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ലിവിംഗ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ കാണാനാവുന്നത്. കൂടാതെ മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയായി തന്നെ ലിവിംഗ് ഏരിയയിൽ സീലിംഗ് വർക്കുകളും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കൊന്ന് കടന്നു ചെല്ലാം. വളരെ വലിയൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 10-12 പേർക്ക് ഇരിക്കാവുന്നത്ര വലിയൊരു ഡൈനിങ് ടേബിൾ സുഖമായി നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. വാഷ് കൗണ്ടറിന് താഴെയായി മൾട്ടിവുഡിൽ തീർത്ത ചെറിയൊരു കബോർഡ് വർക്കൊക്കെ നമുക്കിവിടെ കാണാം. ഹിൻഡ്വെയർ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ വീടിൻ്റെ കിച്ചൺ കബോർഡ് കൊടുത്തിരിക്കുന്നത്. ഒരു L ഷേപ്പിൽ അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റവ് വെക്കാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൂടാതെ താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. കിച്ചന് പുറമെ ബിൽഡറുടെ വർക്ക് ഏരിയ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. 4 ഭാഗവും കവർ ചെയ്ത് ഇവിടെയും ഒരു സിങ്കൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അടുത്തതായി നമുക്കിനി വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കയറി ചെല്ലാം. ഏകദേശം 13 അടിയോളം നീളവും 11 അടിയോളം വീതിയും വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഈ റൂമിൽ നൽകിയിരിക്കുന്നത്. വളരെ ഭംഗിയായി തന്നെ ഈ റൂമിലും സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഹിൻഡ്വെയർ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. 10 അടിയോളം നീളവും 8 അടിയോളം വീതിയും വരുന്ന ഒരു ചെറിയ ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ ഇവിടെയും 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെ നൽകിയിരിക്കുന്നതായി നമുക്ക് കാണാം. നല്ല ഭംഗിയാക്കി തന്നെയാണ് ഈ റൂമിലെയും ബാത്റൂം വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വളരെ വിശാലമായൊരു ലിവിംഗ് ഏരിയയാണ്. വളരെ മനോഹരമായി തന്നെ ഈ വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയയിലും സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയയിലായി അതിമനോഹരമായൊരു വലിയൊരു TV യൂണിറ്റ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. താഴത്തെ നിലയിൽ TV വെക്കാൻ ഇഷ്ടപ്പെടാത്തവർക്കായി ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അടുത്തതായി നമുക്കിനി വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്കൊന്ന് കടന്നു ചെല്ലാം. മുഴുവനായി വാർത്ത് ഭംഗിയാക്കി തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. കൂടാതെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. 13 അടിയോളം നീളവും 10 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. കൂടാതെ ഈ റൂമിലും 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കയറി ചെല്ലാം.
12 അടിയോളം നീളവും 9.5 അടിയോളം വീതിയുമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. കൂടാതെ 2 പാളികളുള്ള ഒരു വാർഡ്രോബും അതിനോട് കൂടെ തന്നെ ഒരു സ്റ്റഡി ടേബിളൊക്കെ കൊടുത്തിരിക്കുന്നതായും നമുക്കിവിടെ കാണാം. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഇവിടെ ഹാൻഡ് റെയിലുകൾ നൽകിയിരിക്കുന്നത്. 4 അടി നീളത്തിലുള്ള ചെറിയൊരു ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ വിലയൊന്ന് നോക്കാം. 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.